ആദ്യം ശശിധരൻ മർദ്ദിക്കുന്നത് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതിലും ഒരു 20 മീറ്റർ മുന്നേ വന്നിട്ടാണ് ഈ SI ആയിരുന്നിട്ടുള്ള നുഹ്മാൻ സാറാണ് ബാക്ക് ഡോർ തുറന്നു കൊടുക്കുന്നത് ഈ ശശിധരനെ തല്ലാൻ വേണ്ടിയിട്ട്. ശശിധരൻ എൻ്റെ കഴുത്തിനെ അടിച്ചതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി, നീ സ്റ്റേഷനിലേക്ക് വായോ, നിനക്കുള്ള തരണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് പോരുന്നത്. അതിനുശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഇവർ മർദ്ദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ നിന്ന് എന്നെ ഒരു കൂട്ടുകാരെന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് എന്നെ ഓമനിച്ചുകൊണ്ടാണ് എന്നെ മുകളിലത്തെ നിലയ്ക്ക് കൊണ്ടുപോയത്. അത് എന്നെ തല്ലാൻ വേണ്ടിയിട്ട് സന്ദീപ് അതിൽ ചൂരലായിട്ട് വരുന്ന ഒരു ദൃശ്യം കൂടിയിട്ടുണ്ട്. അത് കൈമാറി അടിച്ചിട്ടുള്ളതാണ്. അത് ഈ ശശിധരനും ഈ ഷുഹൈറും കൂടി കൈമാറിക്കൊണ്ടാണ് എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് അടിച്ചിട്ടുള്ളത്. അതോടൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് തന്നെ കുനിച്ച് നിർത്തിയിട്ട്, അതായത് എന്നെ വളച്ച് നിർത്തിയിട്ട് കൈയിൻ്റെ മുട്ടുകൊണ്ട് പുറത്തേക്ക് ഇടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വലത് കാൽമുട്ടുകൊണ്ട് വയറ്റിലത്തേക്കും ഇടിച്ചിട്ടുള്ളതാണ് എൻ്റെ ശശിധരൻ മുകളിലത്തെ നിലവിൽ കൊണ്ടുപോയിട്ട്. ഈ CCTV ഇല്ലാത്ത സെക്കൻഡ് ഫ്ലോറിൽ ഇല്ല, CCTV ഇല്ല. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഞങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നേ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ശശിധരൻ മുകളിൽ നിന്ന് വെച്ച് അടിച്ചതും ഇതെല്ലാം കൃത്യമായിട്ടാണ് പറഞ്ഞത്. സുപ്രീം കോടതി വിധിയിലുള്ളൊരു വാചകമുണ്ട്. 2020 സുപ്രീം കോടതി വിധിയിൽ പ്രധാനമായിട്ടും പറയുന്നത് 2018 ഒരു വിധി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ എഡീഷണലായിട്ട് കൂട്ടിച്ചേർത്ത് CBIയിലും NIAയിലും ED, NCB, DRI, SFIO ഇവിടെ മുഴുവൻ ഇത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ആ എക്സ്റ്റെൻഡ് ചെയ്തതായ അതേ ഇതിൽ പാരഗ്രാഫിൽ ഫർദർ ഇൻ ഓർഡർ ടു എൻഷുർ no part of the police station is left uncovered. It is imperative to ensure that CCTV cameras are installed at all entry and exit points and all where. എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഒരു കൂരയുണ്ടോ അവിടെ മുഴുവൻ വെക്കണം എന്ന് മാത്രമല്ല, അതിനുശേഷം ഇവിടുത്തെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഫോർ വർക്കിംഗ് മെയിൻ്റനൻസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് CCTV ഷാൽ ബി അറ്റ് SHO ഓഫ് പോലീസ് സ്റ്റേഷൻ കൺസേൺ. ഇങ്ങനൂടി പറയേണ്ടത് SHO ആണ് ആ CCTVയുടെ ദൃശ്യങ്ങളെ അനുസരിച്ച് കൊണ്ടുള്ള നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കക്ഷി ചേരുക മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത്, കോടതി അലക്ഷ്യമാണ്. 2020 സുപ്രീം കോടതി റൂളിങ് മറികടന്നുകൊണ്ട് മെയിൻ്റനൻസോ അതിലുള്ള രേഖകൾ നോക്കിക്കൊണ്ട് നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ പോലീസുകാർ മുഴുവൻ കോടതി അലക്ഷ്യം, SHO മുഴുവൻ കോടതി അലക്ഷ്യം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് സത്യം. അതിലേക്ക് കൂടി ഞങ്ങൾ പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ചാർജ് ഫ്രെയിം ചെയ്തിട്ടില്ല. ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പ് ഈ നമ്മുടെ സെക്ഷൻസ് ആൾട്ടർ ചെയ്യാൻ വേണ്ടി സെക്ഷൻസ് ആൾട്ടർ ചെയ്യാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കാം, ചാർജ് വായിക്കാത്തത് കൊണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജാണിത്. 19-ാം തീയതിയാണ് നമ്മുടെ കേസ് വെച്ചിട്ടുള്ളത്. ഈ 19-ാം തീയതി നമ്മൾ ചാർജ് ആൾട്ടർ ചെയ്യാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ഈ ദൃശ്യത്തിൻ്റെ ബലത്തിലാണ് ഇതുവരെ ഞാനും വായിച്ചു, മജിസ്ട്രേറ്റും വായിച്ചു. പക്ഷേ അതിലൊന്നും ഈ തീവ്രത കാണുന്നില്ല. ഇടിക്കുന്നു എന്നൊക്കെയാണ്, അടിക്കുന്നു, ഇടിക്കുന്നു എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സാധാരണയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ രീതിയിൽ ദൃശ്യവൽക്കരിച്ച് കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല, സുജിത്തിൻ്റെ മൊഴിയുണ്ട് കൃത്യമായിട്ട്, എനിക്ക് ദേഹമാസകലം പൊള്ളുന്നത് പോലെ വേദനയാണ് എന്നൊക്കെയാണ് ആ മൊഴിയിലുള്ള. വധശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടി ശരിക്കും ഇതിൽ കൊണ്ടിരുന്നുവെങ്കിൽ, മർമ്മത്ത് കൊണ്ടിരുന്നെങ്കിൽ മരിച്ചേനെ, ഒരു സംശയമില്ല കാര്യത്തിൽ. അത്രയല്ലേ വേണ്ടൂ. അത് ദൃശ്യം കാണുകയല്ലേ കോടതി. അത് വളരെ എളുപ്പകരമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡിസ്മിസൽ വരെ